ആദ്യമേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കേട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂരിൽ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വർഷങ്ങളായിട്ട് പൂക്കച്ചവടം ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഒരുപാട് തവണ ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മിക്കതും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, പൂക്കൾ വാങ്ങാണ്ട് വരില്ലല്ലോ. മുല്ലപ്പൂ വാങ്ങാനായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈവേഴ്സിനും ഒക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പൂക്കച്ചവടക്കാരാണ് ഇവർ. അപ്പോൾ ഞാനും ഈ ഒരു മോനെ പലപ്പോഴും കാണാറുണ്ട്. അവൻ ഇങ്ങനെ ഇതേനെ ഓടി നടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇന്ന് വിഷു ഒക്കെ ആണല്ലോ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഈ മോൻ എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് ചോദിച്ചു കേട്ടോ. അപ്പോൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമ്മതത്തോടു കൂടി മോനെ കൂട്ടിയിട്ട് അവന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഞാനിങ്ങനെ വരുന്ന വഴി അവനോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ശരിക്കും കാണാറുണ്ട് പലപ്പോഴും എന്നുണ്ടെങ്കിലും പേര് പോലും അറിയില്ല, ചോദിച്ചിട്ടുമില്ല കേട്ടോ. അനീസ് എന്നാണ് മോൻ്റെ പേര്. അപ്പോൾ അവൻ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കാറ് മതി എന്നാണ് പറഞ്ഞത്. എൻ്റെ ആഗ്രഹം ഞാനൊരു ഡ്രസ്സ് മേടിച്ച് കൊടുക്കാമെന്നായിരുന്നു മനസ്സിൽ. പക്ഷേ അവൻ്റെ ആഗ്രഹമാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ കാറ് വേണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പോൾ അവസാനം നമ്മളുടെ ഷോപ്പിൽ എത്തി. ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ. നോക്കിയേ, കണ്ടോ? മുകളിലേക്ക് ഡോർ കൊടുക്കും. കുട്ടനെ ഏതാ ഇഷ്ടം? വൈറ്റോ? ഓ, ഇത് നോക്കിയ സൂപ്പർ മോഡലുകള്. അവന് ഇഷ്ടമുള്ളത് എടുക്കാം. പറ, വൈറ്റാ? ഇതാ കുട്ടിക്ക് ഇഷ്ടം, ഇതാണ് ഇഷ്ടപ്പെട്ട. ഇത് മതിയോ? പറ, ഒന്നോട്ട് നോക്കിക്കോ, ഏതാ കണ്ടത്? ഇത് മതിയാ? ഓ, ഇത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇഷ്ടായ? ഇതിങ്ങനെ വയ്ക്കാം, കണ്ടോ? ബാക്കിലേക്ക് വലിക്ക, വലിച്ചു വിടുക കേട്ടാ. അവിടെ വെച്ച് അങ്ങനെ തന്നെ ബാക്കിലേക്ക് വലിക്കുക. ഇങ്ങനെ വലിക്കുക, ഫ്രണ്ടിലേക്ക് വിടുക കേട്ടാ. അത് ചെയ്ത് നോക്കിയേ. വാങ്ങിക്കാൻ പോണത് അനീസിനൊരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് നമ്മളൊരു ഡോള് നോക്കാം. ചേച്ചി അവിടെ ഉണ്ടോ? അവിടെ ഇല്ല, വീട്ടിലാ? ഊരിലാണ്.
ഒരു ഡ്രസ്സും കൂടെ നോക്കുന്നത്. ആളാകെ ഇങ്ങനെ സ്റ്റണ്ടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മളെ പോലെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും പുള്ളി ആകെ ഒരു ഷോക്ക് പോലെ. അല്ല, അച്ഛൻ പേടിക്കണോ? നമ്മളിപ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഇതിലൊരു വെള്ളം കണ്ടല്ലോ. ഇത് പക്ഷെ ചെറുതാണിത്. നോക്കുമ്പോ വെള്ളം ചെറുതാ, ചിന്നത്. ഹാപ്പി വിഷു പറഞ്ഞേ. എല്ലാവർക്കും ഹാപ്പി വിഷു പറഞ്ഞേ. ഹാപ്പി വിഷു. നല്ല മഴ പുറത്ത്. ഇനി മോനെ നമുക്ക് അവരോട് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ തിരിച്ചാക്കി കൊടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം. അവരുടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഫാമിലിയാണ്, അപ്പയും പിന്നെ പാട്ടിയും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് അവിടെ പോയി നോക്കാം. മഴയൊന്ന് മാറട്ടെ കേട്ടോ. വാ. തട്ടിക്കൊണ്ടു വിചാരിച്ചോ?